നമസ്കാരം. വളരെ സാധാരണയായി കാണപ്പെടുന്ന രോഗാവസ്ഥയാണ് തോൾവേദന. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ചലനമുള്ള സന്ധിയാണല്ലോ തോൾ സന്ധി. അതിനാൽ തന്നെ തോൾ സന്ധിയിലുണ്ടാകുന്ന വേദനയും നീർക്കെട്ടും നമ്മുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചേക്കാം. തോൾവേദനയുടെ കാരണങ്ങളെയും പരിഹാരത്തെയും കുറിച്ച് നമുക്കിന്ന് വ്യക്തമായി മനസ്സിലാക്കാം. തോൾ സന്ധിയിലുള്ള അസ്ഥികൾ, പേശികൾ, ലിഗമെൻറ്റുകൾ, ടെൻഡനുകൾ, ബൾസ, ഫേഷ്യ, ഞരമ്പുകൾ മുതലായ ഏത് ഘടനയെയും ബാധിക്കുന്ന രോഗങ്ങൾ തോൾവേദനയ്ക്ക് കാരണമാകാം. പ്രായാധിക്യം മൂലമുണ്ടാകുന്ന എല്ല് തേയ്മാനം, പേശികളുടെ ബലക്ഷയം, പേശികളുടെ മുറുക്കം, ഫേഷ്യയിലുണ്ടാകുന്ന നീർക്കെട്ട്, ടെൻഡനുകൾക്കുണ്ടാകുന്ന നീർക്കെട്ട്, പ്രമേഹം, ആമവാതം തുടങ്ങിയ രോഗാവസ്ഥകളുടെ ഭാഗമായി ഉണ്ടാകുന്ന തോൾവേദന, വീഴ്ച, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ്, കായിക പരിക്കുകൾ എന്നിവയ്ക്ക് ശേഷമുണ്ടാകുന്ന തോൾവേദന, തൊഴിൽ സംബന്ധമായോ മറ്റോ ദീർഘനേരം ലാപ്ടോപ്പ്, മൊബൈൽ എന്നിവ ഉപയോഗിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന പേശിവേദന, ഇവയെല്ലാമാണ് തോൾവേദനയുടെ സാധാരണ കാരണങ്ങൾ. അതിനാൽ തന്നെ ശരിയായ രോഗനിർണയമാണ് ചികിത്സയുടെ ആദ്യപടി. തോൾ സന്ധിക്ക് ചുറ്റും വേദന, നീര്, കൈ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുവാനുള്ള ബുദ്ധിമുട്ട്, തലമുടി ചീകുവാനും കെട്ടുവാനുമുള്ള ബുദ്ധിമുട്ട്, കൈ ഉയർത്തിയ ശേഷം താഴ്ത്തുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന വേദന, തുണികൾ അയയിലേക്ക് വിരിക്കുമ്പോഴുണ്ടാകുന്ന വേദന, സ്ത്രീകൾക്ക് ബ്ലൗസിൻ്റെ പിൻവശത്തുള്ളതോ ഇന്നർവെയേഴ്സിൻ്റെയോ ഹൂക്കുകൾ ഇടാനുള്ള പ്രയാസം, ഭാരമുയർത്തുമ്പോഴുണ്ടാകുന്ന വേദന, ഇവയെല്ലാം തോൾ സന്ധിയുടെ പേശികളുടെ ബലക്ഷയം കാരണം ഉണ്ടാകുന്നവയാണ്. വേദനയും നീർക്കെട്ടുമുള്ള ഒരു രോഗിയിൽ ആദ്യം വേദനയും നീർക്കെട്ടും കുറയ്ക്കുവാനുള്ള ചികിത്സ നൽകിയ ശേഷം രോഗകാരണത്തിനനുസരിച്ച് വ്യായാമങ്ങൾ നിർദ്ദേശിക്കുന്നു. ഈ വ്യായാമങ്ങൾ സ്ഥിരമായി ചെയ്യുന്നതിലൂടെ വേദനയും നീർക്കെട്ടും പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കും. എല്ലാവർക്കും വളരെ നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.